എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. ഇയ്യോബ് 2:9. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ആരും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രതികരണമാണ് ജീവിതത്തിൻ്റെ കഷ്ടതയുടെ തീച്ചൂളയുടെ മധ്യത്തിൽ ഇയ്യോബ് എന്ന ഭർത്താവ് ഭാര്യയിൽ നിന്ന് കേട്ടത്. ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളെ ഒരേ മനസ്സോടെ എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിക്കുന്നത് ഇയ്യോബാണ്. അയാൾക്ക് നേരിട്ട ദുരിതങ്ങളെ ആത്മഹത്യ കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഭാര്യ നൽകുന്ന ഉപദേശം. എന്നാൽ ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ തിന്മയും സ്വീകരിക്കേണ്ടേ എന്ന് ചോദിച്ച് ഇയ്യോബ് ഭാര്യയെ തിരുത്താൻ ശ്രമിക്കുന്നു. അവളെ മാത്രമല്ല, ഇത് വായിക്കുന്ന നമ്മളെല്ലാവരെയും ഇയ്യോബ് തിരുത്താൻ ശ്രമിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളുള്ള ചില ചെറുപ്പം മക്കളെ കൂടെയൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. വാസ്തവത്തിൽ ചെറുപ്പക്കാരിലാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ കൂടുതലുള്ളത് എന്ന് നമുക്ക് നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയും. അവരെ വീട്ടിലോ ഓഫീസിലോ ഇടവകയിലോ ഒക്കെ ഉണ്ടാവും. അല്പമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ സമ്പന്നനാകാമായിരുന്നിട്ടും അതിന് തയ്യാറാകാത്ത ധാരാളം ആളുകളുണ്ട്. ഞായറാഴ്ച കൂടെ ഓട്ടോ ഓടിച്ചാൽ അല്ലെങ്കിൽ ജോലി ചെയ്താൽ കിട്ടുന്ന പണം കൊണ്ട് അല്പം കൂടൊക്കെ ഭേദപ്പെട്ട ജീവിതം വേണ്ടെന്ന് വയ്ക്കുന്ന ആളുകൾ. തനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മറ്റൊരു കുട്ടിക്ക് വേണ്ടി കൃത്യമായി ഹോസ്റ്റൽ ഫീസ് അടയ്ക്കുന്ന ഒരു യുവാവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. നുണ പറഞ്ഞു കിട്ടുന്ന പണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വക്കീൽ പണി ഉപേക്ഷിച്ച മറ്റൊരു യുവാവുണ്ട്. അവധി ദിവസങ്ങളിൽ അഭയകേന്ദ്രങ്ങളിലോ അതുപോലെ ആതുരാലയങ്ങളിലൊക്കെ കിടക്കുന്നവരെ പരിചരിക്കാൻ കണ്ടെത്തുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിതം തീരെഴുതി കൊടുക്കാതെ ദൈവരാജ്യത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്ന മുഖമാണ് ഇയ്യോബിൻ്റെ മുഖം. തീവ്രമായ നൊമ്പരങ്ങളുടെ, ഒറ്റപ്പെടലിൻ്റെ, നഷ്ടങ്ങളുടെ, വേർപാടിൻ്റെയൊക്കെ മധ്യത്തിൽ എങ്ങനെയാണ് ഈ മനുഷ്യന് നാവുകൊണ്ട് പോലും പാപം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞത്? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. നമ്മളൊരു ആയുസ് മുഴുവൻ എത്ര ശ്രമിച്ചാലും ഒരു പക്ഷേ അതിൻ്റെ പകുതിയോളം പോലും എത്തിച്ചേരാൻ സാധിച്ചൊന്നും വരില്ല. ഇയ്യോബ് പറയുന്ന വാക്കുകൾ, തൻ്റെ പ്രതികരണം, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ചില ലാഭങ്ങളും നേട്ടങ്ങളും ഒന്നും അധികം വേണ്ട എന്ന് കരുതി ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന, ജീവിതം സമർപ്പിച്ച ധാരാളം ചെറുപ്പക്കാർ നമ്മുടെ സഭകളിലും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ചുരുക്കമായിട്ടൊക്കെ ഉണ്ട്. നല്ല കരിയർ മക്കൾക്ക് ലഭിക്കണം എന്ന് മാതാപിതാക്കൾ അതിനെ ലക്ഷ്യമിട്ട് ഓടി നടന്ന് തെരഞ്ഞു പിടിച്ച് അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ മക്കളെ എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വലിയ ലാഭമൊന്നും വേണ്ട, ജീവിതം ദൈവരാജ്യ അനുഭവത്തിലായിരിക്കണമെന്ന് കരുതി അങ്ങനെയുള്ള ജീവിതങ്ങളെ മിഷണറി വേലയ്ക്ക് വേണ്ടിയും പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഒക്കെ മാറ്റിവെക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇന്ന് തുലോം കുറവാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇയ്യോബിനെ പോലെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെ ചെറുപുഞ്ചിരിയോടെ നേരിടാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് നന്മയും തിന്മയും ദുഃഖവും സന്തോഷവും എല്ലാം ഒരേ മനസ്സോടെ സ്വീകരിക്കാൻ കഴിയണമെന്ന്
ഇയ്യോബ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയ പാഠമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണവും പാനീയവും ഒന്നുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. ദൈവത്തിൻ്റെ നീതിയിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായി കൈവരുന്നതാണ് ഈ ആനന്ദം. നഷ്ടങ്ങളിലും ഒരാനന്ദം കണ്ടെത്തുക, സന്തോഷിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നതാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അവിടെ കിടക്കുന്ന മനുഷ്യന് എന്ത് സന്തോഷമാണ് കൈമുതലായിട്ടുള്ളത്? ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക. അത് ജീവിതത്തിൽ അളവില്ലാത്ത ആനന്ദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അവർണ്ണനീയമായ ആനന്ദത്തിൻ്റെ അനുഭൂതി ദൈവരാജ്യ അനുഭവങ്ങളിലുണ്ട്. ഇയ്യോബ് അത് നമ്മളെ പഠിപ്പിക്കുന്നു. കൂടുതൽ ധ്യാനത്തോടുകൂടി മാത്രമേ ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു മനുഷ്യനും തിരുത്താൻ, കുറച്ചും കൂടെ മെച്ചപ്പെടാൻ, കുറച്ചും കൂടെ തങ്ങളുടെ സമർപ്പണത്തെ പുതുക്കാൻ ഇയ്യോബിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് ശ്രദ്ധയോടെ ധ്യാനിച്ച് നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും വിലയിരുത്താം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ കാലുകൾ ഇടറിപ്പോകാതെയും മനസ്സ് പതറിപ്പോകാതെയും പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഇരിപ്പാനുള്ള ഇച്ഛാശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് ഇയ്യോബിനെ പോലെ ജീവിതത്തിൻ്റെ ക്രൈസിസുകളിൽ വളരെ ക്രിയാത്മകമായി പ്രതികരിപ്പാനുള്ള വിശാലത നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അളവില്ലാത്ത കരുണയാൽ അവിടുന്ന് അനുഗ്രഹിച്ചു വഴി നടത്തണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.